ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഗിവ് അവയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ച വിശദാംശങ്ങൾ പറയാമെന്നായിരുന്നു. പക്ഷേ അത്രയ്ക്കൊന്നും സമയം വേണ്ടി വന്നില്ല. കാരണം ആ വീഡിയോയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളത് ഒരേപോലെയുള്ള കമൻറ്റുകളാണ്. അപ്പോൾ പിന്നെ ഇനിയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒരു 100 കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 95 കമൻറ്റും ഒരേ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിലൊരു നിർദ്ദേശം വന്നിട്ടില്ലാത്തതുകൊണ്ട് അതിൽ വേറെ നിർദ്ദേശങ്ങളൊന്നും വന്നില്ല. ഒരു 2 കമൻറ്റ് കണ്ടു. നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ 1 lakh സബ്സ്ക്രൈബർ തികഞ്ഞ സമയത്ത് ഒരു ഗിവ് അവേ നടത്തിയിരുന്നു. അതൊരു മത്സര രീതിയിലായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ അത് വിജയകരമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഗിവ് അവേയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഗിവ് അവേയിൽ പങ്കെടുത്തുള്ള ആളുകൾക്ക് അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. അതുതന്നെയാണ് ഇതിലും ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ കോഴി വളർത്തുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴി വളർത്തലിൻ്റെ വീഡിയോ ഒരു ഏകദേശം 3 മിനിറ്റ് മുതൽ 5 മിനിറ്റിനുള്ളിൽ വരുന്ന രീതിയിൽ മൊബൈലിലോ ക്യാമറയിലോ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് വെച്ചിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ എങ്ങനെയാണോ അതേപോലെ ഷൂട്ട് ചെയ്യണം. അതായത് ഇങ്ങനെ 16:9 എന്നുള്ള രീതിയിൽ, അതായത് ഇങ്ങനെ നീളത്തിൽ വരുന്ന രീതിയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. ഇപ്പോൾ ഫോണിലായാലും ക്യാമറയിലൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് ഫോണ് ഇങ്ങനെ കുത്തനെ പിടിച്ച് ഷൂട്ട് ചെയ്യാതെ കിടത്തി പിടിച്ച് ഷൂട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ വിഷ്വൽ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ 3 മിനിറ്റ് മുതൽ 5 മിനിറ്റിനുള്ളിലുള്ള വീഡിയോ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. നല്ല ക്ലാരിറ്റിയുള്ള അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോപ്പിറൈറ്റ് ക്ലെയിം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും വീഡിയോസാണ് വരുന്നത്, അല്ലെങ്കിൽ മറ്റ് ശബ്ദശകലങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ ഒരിക്കലും നമ്മളിതിൽ പബ്ലിഷ് ചെയ്യില്ല. കാരണം ചാനലിന് അതൊരു പ്രശ്നമാണ്. കഴിഞ്ഞ തവണ തന്നെ അങ്ങനെ ഒരു 3 വീഡിയോ അതേപോലെ നമുക്ക് പ്രശ്നങ്ങൾ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വീഡിയോ അയക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വല്ല പാട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ അയക്കുക. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഒന്ന് ഞാൻ പറയാം. അതായത് കഴിഞ്ഞ ഗിവ് അവേയിൽ പങ്കെടുത്തിട്ടില്ലാത്തവർക്കോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് എന്താണ് സംഭവം എന്നുള്ളതൊന്ന് ഞാൻ വിശദമായിട്ട് പറയാം. നിങ്ങൾ ഇത്തരത്തിൽ അയച്ചു തരുന്ന 3 വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഒറ്റ എപ്പിസോഡായിട്ട് നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു എപ്പിസോഡിൽ വരുന്നത് 3 വ്യത്യസ്ത കോഴി വളർത്തൽ രീതിയിലുള്ള ആളുകളുടെ വീഡിയോസ് ആയിരിക്കും. ഈ 3 വീഡിയോകളിൽ താഴെ ഞാൻ വീഡിയോ 1, വീഡിയോ 2, വീഡിയോ 3 എന്നുള്ള രീതിയിൽ താഴെ കമൻറ്റ് ചെയ്യും. ആ കമൻറ്റിൽ ഏത് കമൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആയിരിക്കും ഫൈനൽ റൗണ്ടിലേക്ക് പോവുക. ഫൈനൽ റൗണ്ട് എന്ന് പറയുന്നത് നറുക്കെടുപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ എപ്പിസോഡിലും ഇതേപോലെ കമൻറ്റിലെ ലൈക്കിലൂടെ ഒന്നാമതെത്തുന്ന ആളുകളെ നറുക്കെടുത്ത് ആണ് വിജയികളെ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മളൊരു വലിയ സമ്മാനം ആയിരുന്നു കൊടുത്തിരുന്നത്. ഒരു മെക്മാർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻക്യുബേറ്റർ ആയിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ സമ്മാനമായിട്ട് കൊടുത്തത്. അത് ഒരാൾക്കാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇത്തവണ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ആദ്യത്തെ വീഡിയോ നമ്മുടെ ഗിവ് അവേയെക്കുറിച്ച് ആദ്യമായി സംസാരിച്ച വീഡിയോയിൽ താഴെ കമൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു 90% ആളുകളും പറഞ്ഞിട്ടുള്ളത് 2 നാടൻ കോഴികളെ വെച്ച്, നാടൻ കോഴി കുഞ്ഞുങ്ങളെ വെച്ച് 10 പേർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് 10 വീഡിയോ അയക്കുന്ന ആളുകളെ സെലക്ട് ചെയ്ത് അവർക്ക് ഈ 2 നാടൻ കോഴി കുഞ്ഞുങ്ങളെ വീതം നൽകുക എന്നുള്ളതാണ് എൻ്റെയും തീരുമാനം. അത് തന്നെയാണ് കേട്ടോ. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ ഏകദേശം സംഗതികൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫോണിലോ ക്യാമറയിലോ എടുത്തിട്ടുള്ള വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അയക്കുമ്പോൾ പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കോപ്പിറൈറ്റ് ക്ലെയിം വരുന്ന സംഗതികളൊന്നും വീഡിയോയിൽ ഉണ്ടായിരിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ തിരഞ്ഞെടുക്കുക ഉദ്ദേശിക്കുന്ന കാരണം, ഇപ്പോൾ നമ്മൾ 2 കോഴികളെ കൊടുക്കുന്ന ആളുകൾ കോഴികളെ വളർത്തി പരിചയമില്ലാത്തവരോ അല്ലെങ്കിൽ കോഴികളെ വളർത്താൻ താല്പര്യമില്ലാത്തവർക്കോ നമുക്കൊരു സമ്മാനം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സമ്മാനം ഇങ്ങനെ സെറ്റ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ 10 സമ്മാനം അല്ലാതെ
ഒരു സ്പെഷ്യൽ സമ്മാനം കൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു സ്പോൺസർ ആരെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ എന്തെങ്കിലും ആരൊക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അവരോട് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റിലൂടെ സംശയങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഈ വീഡിയോയുടെ നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഗിവ് എവേയുടെ നിയമങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ നിന്ന് കമൻറ്റായിട്ട് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ എന്നെ പങ്കെടുപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം, അത് കമൻ്റ് ഇട്ട് എല്ലാവർക്കും പങ്കെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. 3 മിനിറ്റ് മുതൽ 5 മിനിറ്റിനുള്ളിൽ നിൽക്കണം. 5 മിനിറ്റിന് മുകളിലേക്ക് പോകരുത് ഒരിക്കലും. അതേപോലെ തന്നെ 3 മിനിറ്റിൽ താഴെ ഉണ്ടാവരുത്. കാരണം 3 മിനിറ്റിൽ താഴെയൊന്നും ഒരു കോഴി വളർത്തിൻ്റെ ഫുൾ ഡീറ്റെയിലൊന്നും കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡിലെ ലിങ്ക്, അതായത് മുമ്പ് 1 lakh സബ്സ്ക്രൈബർ ആയിരുന്നപ്പോൾ നമ്മൾ നടത്തിയ ആ ഗിവ് എവേയുടെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുകയോ ചെയ്യാം. നിങ്ങളിങ്ങനെ വീഡിയോ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ വളർത്തുന്ന രീതികളിൽ സാധാരണയിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് പ്രത്യേകമായിട്ട് വീഡിയോ തന്നെ മെൻഷൻ ചെയ്യുക. ഒരു ഉദാഹരണത്തിന് കോഴി തീറ്റകളൊന്നും കൊടുക്കാതെ നാടൻ തീറ്റകൾ, അതായത് അരി, ഗോതമ്പ്, ഇലകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് കൊടുത്ത് വളർത്തുന്നതെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക. തുറന്നു വിട്ട് വളർത്തുകയാണെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക. എന്താണ് നിങ്ങൾ കോഴി വളർത്തൽ രീതിയിൽ അവലംബിച്ചിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്നുള്ളത് അതിലൊന്ന് വീഡിയോയിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ വേറെ 1-2 ഗുണങ്ങൾ കൂടെ നിങ്ങളിങ്ങനെ ഈ വീഡിയോ അയക്കുന്നത് കൊണ്ടുണ്ട്. കഴിഞ്ഞ ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം, സമ്മാനം കിട്ടുക എന്നുള്ളത് മാത്രമല്ല, സമ്മാനം ലഭിക്കുന്നതിലുപരി നിങ്ങളുടെ ഈ വീഡിയോ, ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കോഴി വളർത്തുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ കോഴി വളർത്തൽ മെത്തേഡ് മറ്റൊരാളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും കോഴികളെ വളർത്തുന്നത് വിപണി ലക്ഷ്യം വെച്ചാണ്, അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ചെറിയ വരുമാന മാർഗം ആണ് എന്നുള്ള രീതിയിലാണ്. പലർക്കും ഈ വീഡിയോകളിലൂടെ നിങ്ങളുടെ കോഴികളെ വിപണനം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ മുട്ടയാണോ എന്താ വിപണനം ചെയ്യാന്ന് വെച്ചാൽ അത് കൂടുതൽ എളുപ്പമാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഗിവ് എവേയിൽ പങ്കെടുത്ത പലരും ഇപ്പോഴും ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അവർ പറയാറുണ്ട് പലതും അവർക്ക് പഠിക്കാനായിട്ട് പറ്റി. അതായത് നിങ്ങൾ വീഡിയോ അയക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോകൾ കൂടെ കാണും, അപ്പോൾ അവരിൽ നിന്ന് പലതും പഠിക്കാനായിട്ട് പറ്റി, വിൽപ്പന നടന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ അയക്കുന്നതിലൂടെ ഉണ്ട്. 10 പേർക്ക് സമ്മാനം കിട്ടുക എന്നുള്ളതല്ല, സമ്മാനം ലഭിക്കാത്ത മറ്റു പലർക്കും, മറ്റുള്ള വീഡിയോകളിലുള്ള ആളുകൾക്ക് മറ്റ് പല രീതിയിലും ഇതൊരു സമ്മാനം തന്നെ ആയി മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇന്ന് തന്നെ അയച്ചു തുടങ്ങിക്കോളൂ. നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങളെ അറിയിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഓണത്തിന് സമ്മാനം കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ ഓണത്തിന് അത് കൊടുക്കാനായിട്ട് പറ്റില്ല. എത്ര എപ്പിസോഡുകളുണ്ട്, എത്ര വീഡിയോസ് വരും എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ അതുമല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ കോഴിക്കുഞ്ഞുങ്ങൾ സ്റ്റോക്കില്ല. ഇന്നലെ ഒരു വീഡിയോ ഇന്നലെ അല്ല 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴികളെ അട വയ്ക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1.5 മാസത്തോളം കഴിയും. അപ്പോൾ ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുന്നത്. എന്തായാലും വീഡിയോകൾ അയച്ചോളൂ കേട്ടോ.